ബിജെപിക്ക് ഇപ്പൊ എന്നാ പ്രശ്നം? ശ്രീമാൻ വി.ഡി. സതീശൻ, നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടിൽ പറയുന്നുണ്ടല്ലോ നിലപാടുകൾ. അദ്ദേഹം ആർക്കെതിരെയാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മത സാമുദായിക നേതാക്കളുടെ തിണ്ണനിരങ്ങില്ല. ശരിയാണ്, NSSന്റെ SNDPയുടെ തിണ്ണനിരങ്ങാൻ പോയില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെയും കാന്തപുരത്തിന്റെയും മറ്റ് സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണ അദ്ദേഹം നിരങ്ങിയിട്ടുണ്ട്. ഡോക്ടർ ജിൻഡോ ജോൺ, പുതിയ മുഖ്യമന്ത്രിക്ക് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ നേരിടേണ്ടി വരുമോ? പാളയത്തിൽ പട വെല്ലുവിളിയാകുമോ അദ്ദേഹത്തിന്? ഇന്നലെ വരെ ഞങ്ങൾ കേട്ട ഒരു പഴിയുണ്ട്, ഇവിടെ ഹൈക്കമാൻഡ് ഉണ്ടോ ലോ കമാൻഡ് ആണല്ലോ എന്നൊക്കെ. ഹൈക്കമാൻഡ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഹൈക്കമാൻഡ് കൃത്യമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന് പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷത്തെ അവഗണിച്ചു എന്ന പരാതി മുതിർന്ന നേതാവ് KC വേണുഗോപാലിനുണ്ട്. ഈ വെല്ലുവിളികളെയൊക്കെ എങ്ങനെ നേരിടുമെന്ന് നമുക്ക് ആദ്യം നോക്കിയാലോ? അയ്യോ, മാഡം കാര്യം അറിയാതാണ് സംസാരിക്കുന്നത്. അല്ല, KC വേണുഗോപാലിന് അങ്ങനെ ഒരു പരാതി ഉള്ളതായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപാട് വാർത്തകൾ പടച്ചുവിട്ടു. അയ്യോ, ഞാനെങ്ങനെ? അതായത് വി.ഡി. സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡുമായി സംസാരിക്കുന്ന സമയത്ത് വി.ഡി. സതീശൻ പറവൂർ MLA സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞു എന്ന് ചില മാധ്യമങ്ങളിൽ എഴുതി കാണിക്കാൻ നമ്മൾ കണ്ടു. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതെങ്ങനെ അവിടെ നടക്കുന്ന മീറ്റിംഗിന്റെ ഇടയ്ക്ക് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞോ? അല്ലെങ്കിൽ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചു പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ മാധ്യമ പ്രവർത്തകർ അവർക്ക് തോന്നിയ പോലെ വാർത്തകൾ സൃഷ്ടിക്കുന്നു. അത് കേട്ട് ചില ആളുകളൊക്കെ അതിന്റെ പുറകെ അഭിപ്രായം പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇടമല നിന്ന് പ്രവർത്തിക്കുന്ന KC വേണുഗോപാൽ ഇന്ന് പറഞ്ഞ പ്രസ്താവന എന്താ? വി.ഡി. സതീശന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കോൺഗ്രസിലെ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ പൂർണ്ണ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി എല്ലാവിധ പിന്തുണയോടും കൂടി ഉണ്ടാകും, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് കേരളം ഭരിക്കുന്നത് എന്നല്ലേ പറഞ്ഞത്? നമ്മളായിട്ട് എന്തിനു പൊക്കാതിരിക്കണം, ചുമ്മാ പൊക്കടേ. ഇനി രമേശ് ചെന്നിത്തലയുടെ കാര്യമായിക്കോട്ടെ, അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം അദ്ദേഹം സ്ഥിരമായി പോകുന്നത് പോലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കുന്നു. സംശയമൊന്നുമില്ലല്ലേ? ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് വെച്ചിട്ട് വി.ഡി. സതീശനുള്ള പിന്തുണ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. അദ്ദേഹം ഗുരുവായൂർ പ്രാർത്ഥിക്കുന്നത് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്കും UDFന്റെ 102 MLA-മാരുടെ നേതൃത്വത്തിൽ വരുന്ന ടീം UDFന്റെ സർക്കാരിനും വേണ്ടിയിട്ട് അടുത്ത 5 വർഷക്കാലത്തെ കേരളത്തിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടാണ്. പിന്തുണയോടുകൂടിയാണ് വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. ഓടിപ്പോയി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ പിണങ്ങും എന്ന് കരുതിയിട്ടാണോ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിലൊക്കെ പങ്കെടുത്ത് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായ ശേഷം ഗുരുവായൂർ പോകാമല്ലോ? ഇതിനകത്ത് ഒരു ത്രില്ലില്ല. ഈ പറയുന്ന ഗുരുവായൂർ ദർശനത്തിന്റെ വാദം ആരെങ്കിലും വിശ്വസിക്കും, ആർക്കെങ്കിലും ബോധ്യപ്പെടുമെന്ന് ശരിക്കും ജിൻഡോ തന്നെ കരുതുന്നുണ്ടോ? ഒരു തരത്തിൽ പോലും ഒരു ആക്ഷേപകരമായ പരാമർശം നടത്താത്ത വ്യക്തിയുടെ പേരാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് അർഹിച്ച ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇന്ന് അദ്ദേഹത്തെക്കാൾ ഒരുപാട് ജൂനിയർ ആയിട്ടുള്ള വി.ഡി. സതീശൻ എന്ന പുതിയ മുഖ്യമന്ത്രി അധികാരമേൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു അക്ഷരം കൊണ്ടുപോലും എതിർക്കുന്നില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? അതിനെ ഉൾക്കൊള്ളുകയാണ്. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകാം, സങ്കടങ്ങൾ ഉണ്ടാകാം, അർഹിച്ച സ്ഥാനം കിട്ടാതെ പോയതിലുള്ള വിഷമമൊക്കെ ഉണ്ടാവുന്നേ, അതൊക്കെ അവിടെ നിന്നോട്ടെ. പക്ഷെ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇടമുള്ളതാണ്. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ആദ്യമേ തന്നെ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശന് എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നേടിയ വിജയത്തിനും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിനും അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷെ കേരളത്തില് ഇന്നേ വരെ ഒരു മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിനും ഉണ്ടാകാത്ത ഒരു ഡ്രാമ, അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ തെരുവിൽ വലിയ ആവേശം കാണുന്നുവെന്ന് തോന്നുമ്പോൾ തന്നെ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയോടുകൂടിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നെത്തുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ജനവികാരം എന്ന് പറയുമ്പോൾ MLA-മാരല്ലേ യഥാർത്ഥ ജനവികാരത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്? അതോ തെരുവിലിറങ്ങുന്ന 250, 500, 1000 ആൾക്കാരുടേതാണോ ജനവികാരം? ഒരു മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രതിനിധിയാണോ ഒരു MLA? അങ്ങനെ അതാണല്ലോ ജനാധിപത്യം. അപ്പൊ MLA-യുടെ ജനവികാരത്തിന് തന്നെയാണ് വലിപ്പമുള്ളത്. കാരണം അദ്ദേഹമാണ് ലക്ഷക്കണക്കിന് ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും പിന്തുണ ശ്രീമാൻ വി.ഡി. സതീശൻ ഇല്ല എന്നത് യാഥാർത്ഥ്യമല്ലേ? ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് മാത്യു. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല.
കഴിഞ്ഞ 10 വർഷത്തെ കേട് മുസ്ലിങ്ങൾക്ക് വേണ്ടി തീർത്തിട്ട് വേണം നമ്മൾ അടുത്ത UDF ഭരണം പിടിക്കാനെന്ന് പ്രസംഗിച്ചത് KM ഷാജിയല്ലേ? മതമാണ് 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 പ്രശ്നമെന്ന് പ്രസംഗിച്ചത് KM ഷാജിയല്ലേ? അതിനൊന്നും ഇല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി ഇത് ചെയ്യുമ്പോഴാണ് പ്രശ്നം. മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മതത്തിന് സമുദായത്തിന് വേണ്ടി വേണം ഭരണം പിടിക്കാനെന്ന് പ്രസംഗിച്ചതിന് ശേഷം തെരുവിൽ ഇത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന അസ്വാഭാവികതയെ പറ്റി ഞങ്ങൾ പറഞ്ഞുള്ളൂ. പറഞ്ഞു കേറുകല്ലേ, അടിത്തറ തോണ്ടാൻ വന്നിരിക്കുന്നു. ശ്രീമാൻ VD സതീശൻ, നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടിൽ പറയുന്നുണ്ടല്ലോ നിലപാടുകൾ അദ്ദേഹം ആർക്കെതിരെയാ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു ഞാൻ മത സാമുദായിക നേതാക്കളുടെ തിണ്ണനിരങ്ങില്ല. ശരിയാണ്, NSSന്റെ SNDPയുടെ തിണ്ണനിരങ്ങാൻ പോയില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെയും കാന്തപുരത്തിന്റെയും മറ്റ് സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. വയനാട്ടിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ എന്തായിരുന്നു? വയനാട്ടിൽ ഇംഗ്ലീഷിലല്ലേ പോസ്റ്റർ വന്നത്? രാഹുലിനും പ്രിയങ്കയ്ക്കും ഇനി കേരളത്തിൽ കാല് കുത്താൻ പറ്റില്ല, വയനാടിനെ നിങ്ങൾ മറന്നേക്കൂ. ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ആ ഇരട്ടത്താപ്പിനെ പറ്റി. ആ ഇരട്ടത്താപ്പ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ സ്ലേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാരാ? ശ്രീമാൻ VD സതീശനാണ്. ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ പറഞ്ഞ് മുസ്ലിം ലീഗ് ഒരു ഘടകകക്ഷിയായി തന്നെ UDF മുന്നിൽ നിന്ന് നയിച്ചൊരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റോടുകൂടി UDF അധികാരത്തിലെത്തുമ്പോൾ ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയവും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ ഘടകകക്ഷികളും ജനങ്ങൾക്ക് മനസ്സിലായതല്ലേ? BJPക്ക് ഇപ്പം എന്നെ പ്രശ്നം. അങ്ങനെ പറയരുത്. ഇനി ഭൂരിപക്ഷം പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിൽ വിജയ് ചെന്നപ്പോൾ 4 വട്ടം മടക്കി അയച്ചില്ലേ ആർലേക്കർ? അതുപോലെ VD സതീശനോട് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യണ്ട എന്ന് പറഞ്ഞ് മടക്കി അയച്ചായിട്ട് എൻ്റെ അറിവിലില്ല. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഈ KM ഷാജി പറഞ്ഞത് ഒരു വർഗീയ പ്രസംഗമല്ല. KM ഷാജി അദ്ദേഹത്തിന്റെ മുസ്ലിം സ്വത്വ ബോധത്തിൽ നിന്നൊരു കാര്യം പ്രസംഗിക്കുമ്പോൾ മറ്റേതെങ്കിലും മതവിഭാഗത്തിലുള്ള മനുഷ്യരെ വേട്ടയാടണമെന്നും അവരുടെ താലിച്ചരട് പൊട്ടിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുന്ന രീതിയിലോ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടോ? അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. ഇല്ലല്ലോ. അവനവന്റെ മതത്തിന് വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതാണ് വർഗീയവാദം. അവനവന്റെ മത സ്വത്വബോധത്തിൽ നിന്ന് സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ ക്രൈസ്തവരെ കുറിച്ച് പ്രസംഗിക്കാറുണ്ടല്ലോ, അത് എന്റെ രാഷ്ട്രീയ ബോധ്യം എന്നുള്ളത് പോലെ തന്നെ എന്റെ മതപരമായ വിശ്വാസ ബോധ്യം കൂടിയാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. നിങ്ങൾ പറയുന്നു 10 വർഷക്കാലം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ട അവസരത്തിന് വേണ്ടിയാണ് എന്ന് KM ഷാജി പറഞ്ഞു. തീർച്ചയായിട്ടും അതെ. 10 വർഷക്കാലത്തെ RSS വൽക്കരിക്കപ്പെട്ട കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു മോചനം കിട്ടണമെന്ന് KM ഷാജി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നേ. ശ്രീമൻ ജിൻഡോ, താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ KM ഷാജിയുടേത് സ്വത്വ രാഷ്ട്രീയവും വെള്ളാപ്പള്ളിയുടേത് വർഗീയവും ആകുന്നിടത്താണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്. വെള്ളാപ്പള്ളിയോ സുകുമാരൻ നായരോ അവരവരുടെ സമുദായത്തിന് വേണ്ടി പറഞ്ഞാൽ വർഗീയത, മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞാൽ സ്വത്വ രാഷ്ട്രീയം. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്കിതിനെ ഒരേപോലെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളിടത്താണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും വർഗീയ രാഷ്ട്രീയത്തെയും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയല്ല. നിങ്ങൾക്ക് കാന്തപുരം ഒരിക്കലും ഒരു സാമുദായിക നേതാവല്ല. അദ്ദേഹം കാന്തപുരമായാലും പാണക്കാട് തങ്ങളായാലും സാമുദായിക നേതാക്കന്മാരല്ല. ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു. അവനവന്റെ മതത്തിനും സമുദായത്തിനും വേണ്ടി പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അല്ല, നിങ്ങൾക്ക് എന്റെ സുഹൃത്തെ മതിയാക്കും. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. നീ ചെല്ലാൻ നോക്കി.